അയ്യോ ജാസിത്താത്ത ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ലൈവിലിരിക്കുന്ന സമയത്ത് ജാസിത്താത്തയുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഇനി നീ ജാസിനെ കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ട് ആൺകുട്ടികളെ വിടും, എന്നിട്ട് അവരുമായിട്ടുള്ള എന്തോ വീഡിയോ ഉണ്ടാക്കും, എന്നിട്ട് അതെടുത്ത് നെറ്റിലിടും, നാണം കെടുത്തും, കൊല്ലും എന്നൊക്കെ പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടും ജാസിത്താത്തയ്ക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ചുമ്മാ ഇരുന്ന് എന്നെ വന്ന് ചൊറിഞ്ഞതാ. ഇനിയിപ്പം എവിടം വരെ പോവാണോ അവിടം വരെ പോവാൻ ചേട്ടാ. നമുക്ക് ഒരു പെണ്ണിനെ കുറിച്ച് വേറൊരു പെണ്ണായ നീ ഇങ്ങനെയൊക്കെ പറയാവോ എന്ന് ചോദിച്ച ചേട്ടനോട് അവർ പെണ്ണാണെന്നുള്ളത് ചേട്ടൻ എന്താ ഉറപ്പുണ്ട്? ട്രാൻസ്ജെൻഡർ ആണ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഒരു പെണ്ണാണ് എന്നല്ല ചേട്ടാ അർത്ഥം. ഒരു പെണ്ണായ നീ വേറൊരു പെണ്ണിനെ കുറിച്ച് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചതിന് ജാസിത്താത്ത പെണ്ണാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ട്? അവരിപ്പോഴും സർജറി കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അവരെ സ്ത്രീ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല. LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ ഞാൻ ഇതുവരെയായിട്ടും സംസാരിച്ചിട്ടില്ല. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഇതുപോലെയുള്ള അവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. ഇതുപോലെയുള്ള തെണ്ടിത്തരം കാണിച്ച് നടക്കുന്ന അവന്മാരെ സപ്പോർട്ട് ചെയ്യത്തില്ല. മാന്യമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരാൾക്കെതിരെയും ഞാൻ സംസാരിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ സർജറി കഴിഞ്ഞു, ഞാൻ പൂർണ്ണമായിട്ടൊരു പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് നാടകം കളിച്ച് ആൾക്കാരെ പറ്റിച്ച് കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കിയ താത്തയ്ക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തത് ചേട്ടന്മാർക്ക് അങ്ങ് പിടിച്ചില്ല അല്ലേ? വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ഇനി വീഡിയോ ചെയ്യാൻ പാടില്ല. ഇനി ഏതെങ്കിലും ഒരു വീഡിയോ നീ ജാസിക്കെതിരെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എന്തോ അങ്ങോട്ട് ചെയ്യും എന്നല്ലേ പറഞ്ഞേ? ചെയ്യും. ദേ ഇരിക്കുന്നു ജാസിത്താത്തയുടെ വീഡിയോ. അത്രക്ക് വലിയ ഗതികേടൊന്നും എന്തായാലും എനിക്ക് വന്നിട്ടില്ല. ഞാൻ എന്തായാലും രേണു അമ്മച്ചിയുടെ വീഡിയോ പോയി സബ്സ്ക്രൈബ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല. ഗതികേടുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ആ കൂട്ടത്തിൽ കാണുമായിരിക്കും ജാസിത്താത്തയടക്കം. പക്ഷെ ഞാൻ ആ കൂട്ടത്തിൽ പെടത്തില്ല. എല്ലാവരെയും ആ കൂട്ടത്തിൽ കൂട്ടരുത് ചേച്ചി. എന്തേലും ചെയ്ത് ജീവിക്കട്ടെ. ഒരു ഭാഗത്ത് അയ്യോ എൻ്റെ സുധിച്ചേട്ടൻ എന്നും പറഞ്ഞ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് സിമ്പതി മേടിച്ചു കൂട്ടിയിട്ട് മറ്റിടത്ത് പോയി നിന്നിട്ട് ഇമാതിരി തെണ്ടിത്തരം കാണിക്കുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കട്ടെ വിട്ടേര് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വിടാൻ പറ്റത്തില്ല. മാന്യമായിട്ട് പോവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഓരോ ദിവസം ഓരോ വിവാദം ഉണ്ടാക്കി ഓരോ ചർച്ചയ്ക്ക് ഇട്ട് ഓരോന്ന് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഇതിൽ നിൽക്കണം എന്ന് ആലോചിക്കുന്ന ഇവരെ വെറുതെ വിട്ടേരെ എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ജാസിത്താത്ത. നിങ്ങൾ രണ്ടും ഒരേ കാറ്റഗറിയിൽ പെട്ടതുകൊണ്ടാണോ റീച്ചിന് വേണ്ടിയിട്ട് എന്തും തെണ്ടിത്തരം കാണിക്കാന്നുള്ള ഒരു കാറ്റഗറി? ഞങ്ങള് മേടിച്ചു കൊടുത്ത വീട്ടിലിരിക്കുന്ന ഒരു സാധനം ഒന്ന് പോതളേ. ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരെയൊക്കെ തെറിയും വിളിച്ച് തന്തയ്ക്കും വിളിച്ച് നടക്കുന്ന ഈ സാധനത്തിനെ സപ്പോർട്ട് ചെയ്ത് അരിയും പഞ്ചസാരയും മേടിച്ചു കൊടുക്കാൻ നിൽക്കുവാണല്ലോ നാട്ടുകാര്. സഹായിച്ച ആൾക്കാരെ മൊത്തം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ പുറകെ ഞങ്ങൾ അരിയും പഞ്ചസാരയും കൂടെ മേടിച്ചു കൊടുത്തിട്ട് വേണം അടുത്ത ഉപദ്രവമായിട്ട് നമ്മുടെ അടുത്തോട്ട് വരാൻ. കൊള്ളാലോ കളി. പ്രശ്നമാണല്ലോ. മോശം കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തിനാണ് വെറുതെ ആ ചേച്ചി ഹസ്ബൻഡ് അല്ലേ? ആ ഹസ്ബൻഡ് ഇപ്പൊ എത്രയോ പേര് സ്വന്തം മക്കളുടെ മോശമായിട്ടൊന്നും എനിക്ക് തോന്നത്തില്ല. കാരണം നീയൊക്കെ ഒരു കൂട്ടത്തെ പെട്ടതല്ലേ മോനെ ജാസി. നിന്നെ താത്താന്ന് വിളിക്കാൻ വയ്യടാ. ജാസി മുഹമ്മദ് ജാസി. പിന്നെ താത്താന്ന് വിളിക്കണമെങ്കിലേ അതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു വാക്കും കൂടെ കൂട്ടി ചേർക്കേണ്ടി വരും. പക്ഷേ ലൈവിലായിരുന്നെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞു. പക്ഷെ ഇവിടെ പറ്റത്തില്ല. അതുകൊണ്ടാണ് സുധിച്ചേട്ടൻ്റെ ഫോട്ടോ മാറ്റിയല്ലോ എന്ന് പറയുന്നത്. മാറ്റിയതിന് കാരണം എന്തായിരുന്നു? ഇൻസ്റ്റാഗ്രാമിൻ്റെ ബ്ലൂ ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 650 രൂപ എങ്ങാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നതാണ് ഈ ബ്ലൂ ടിക്ക് എന്ന് പറയുന്നത്. എന്നിട്ടാണ് ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കുക താത്ത. സോറി അണ്ണ. നിങ്ങൾ ഈ സംസാരിക്കുന്നതൊക്കെ കൊഞ്ഞ ആവുന്നുണ്ട്. അണ്ണൻ അത് ശ്രദ്ധിച്ചായിരുന്നോ? വാവേദന വല്ലതും ആണോ?
പൊതുവെ ഈ വാവേദനയുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇതുപോലൊക്കെ പറ്റാറുണ്ട്. ഇവൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് വേറെ വല്ല പണിക്കും ചേട്ടാ. ഇങ്ങേരുടെ ഒക്കെ വായിൽ ഇങ്ങനൊക്കെ വരത്തുള്ളൂ. ഒരു ആൽബത്തിൽ അഭിനയിച്ചതിൻ്റെ സപ്പോർട്ടാണോ അതോ വേറെ വല്ല ഡീലും ഉണ്ടോ അണ്ണനും രേണുസുധിയും തമ്മിൽ? അല്ല, ഭയങ്കരമായിട്ട് അണ്ണൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വെച്ചതാ. നീ സബ് തുടങ്ങിയിട്ട് എന്ത് കാണിക്കാനാ അണ്ണാ? മറ്റേ വെപ്പ് സിലിക്കോൺ കാണിക്കാനാണോ അണ്ണൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോകുന്നത്? കാണിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? വെപ്പ് സിലിക്കോൺ കാണിക്കാനാണെങ്കിൽ വേണ്ട. അതിപ്പം നെറ്റിൽ വെപ്പ് സിലിക്കോൺ അടിച്ചു കൊടുത്താൽ കിട്ടും. അതിന് അണ്ണൻ്റെ വെപ്പ് സിലിക്കോൺ കാണേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ, ഭയങ്കര ഡിമാൻഡ് അറിയണം അമ്മച്ചിക്ക്. ഡിമാൻഡ് കൂടി അങ്ങ് എത്തിയേക്കുവാ. എന്ത് പറയാനാ, അതിൻ്റെ ആണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, കുറേ ലൈംഗിക ദാരിദ്ര്യമുള്ളവന്മാർ കൊണ്ടുപോയി സബ്സ്ക്രൈബ് ചെയ്തു. അത് ഡിമാൻഡ് കൊണ്ടാണെന്നൊന്നും പറയില്ലേ. ഒരു മാസമൊക്കെ കാണുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് അപ്പോൾ പറയാം. പിന്നെ ജാസി താത്തയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം, ജാസി താത്ത ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യത്തിൽ ആദ്യം ജാസി താത്തയ്ക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവട്ടെ, എന്നിട്ട് പോരെ ഫ്രണ്ട് അവള് ഇവള് എന്നൊക്കെ പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പെണ്ണ് വേറൊരു പെണ്ണിനെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന്. അവർ പെണ്ണാണെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. ട്രാൻസ്ജെൻഡേഴ്സിനെ പെണ്ണായിട്ട് കൂട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. ഭാവികമായിട്ടുള്ള പെണ്ണ് അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ജാസി താത്തയുടെ കാര്യത്തിൽ അതും പറയാൻ പറ്റത്തില്ല, കാരണം അവർ സർജറി ചെയ്തിട്ടില്ല. ഈ സർജറി ചെയ്യാത്ത ആളെ പെണ്ണാണെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഈ ഫ്രണ്ട് ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. പിന്നെ ഞാൻ സംസാരിച്ച് തുടങ്ങിയതിൽ എന്തെങ്കിലുമൊക്കെ ബാഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഫ്രണ്ടിൻ്റെ കയ്യിലിരിപ്പാണ്. പിന്നെ ജാസി താത്തയ്ക്ക് ഈ ഫ്രണ്ടിനെ അറിയുമെങ്കിൽ ഇങ്ങേറെ നിലക്ക് നിർത്തിയാൽ ജാസി താത്തയ്ക്ക് കൊള്ളാം. അതല്ല ഇവരെ ഇങ്ങനെ അഴിച്ചു വിടാനാണ് ഉദ്ദേശമെങ്കിൽ ജാസി താത്ത ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട് ഇതുപോലെ വല്ല ലൈവിലും പോയിരുന്ന് അവിടെയുള്ള ആൾക്കാരുടെ വായിന്ന് താത്തയ്ക്ക് മേടിച്ച് തരും. ശരി താത്താന്നാ, സോറി അണ്ണ, താത്താന്നേ വായിന്ന് വരത്തുള്ളൂ.